ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. ആഗോള പ്രശ്നങ്ങൾക്ക് സുസ്ഥിരമായ പരിഹാരം കാണാൻ ഇന്ത്യയ്ക്ക് സാധിക്കുമെന്ന് ലോകം വിശ്വസിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് വ്യാപനം വീണ്ടും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല അവലോകന യോഗം. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ നടപടിക്രമങ്ങൾ പരിഷ്കരിക്കാനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന 3 ബില്ലുകൾ ലോക്സഭയുടെ പരിഗണനയിൽ. കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ ജനങ്ങളിലെത്തിക്കാൻ ലക്ഷ്യമിട്ടുള്ള വികസിത് ഭാരത് സങ്കൽപ് യാത്ര കേരളത്തിൽ പുരോഗമിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ നവകേരള സദസ് ഇന്ന് തിരുവനന്തപുരത്ത് പ്രവേശിക്കും. തമിഴ്നാട്ടിൽ പ്രളയക്കെടുതി രൂക്ഷം. 40 ലക്ഷത്തോളം പേർ ദുരിതത്തിൽ. ഇന്ത്യയ്ക്കെതിരായ 2ാം ഏകദിനത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് 8 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. ആഗോള പ്രശ്നങ്ങളിൽ ഇന്ത്യയ്ക്ക് കുറഞ്ഞ ചെലവിൽ സുസ്ഥിരമായ പ്രശ്നപരിഹാരം കാണാൻ സാധിക്കുമെന്ന് ലോകത്തിന് വിശ്വാസമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോൺ ഗ്രാൻഡ് ഫിനാലെ 2023 പങ്കെടുക്കുന്ന രാജ്യത്തെ യുവ നൂതന സാങ്കേതിക വിദ്യാ നിർമ്മാതാക്കളുമായി സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. വിശദാംശങ്ങളിലേക്ക്. ചന്ദ്രയാൻ ദൌത്യത്തിലൂടെ ഇന്ത്യ ലോകത്തിന്റെ പ്രതീക്ഷ ഉയർത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന യുവ നിർമ്മാതാക്കളെ അദ്ദേഹം പ്രശംസിച്ചു. ഹാക്കത്തോണിന്റെ ഭാഗമായുള്ള കണ്ടുപിടുത്തങ്ങൾ രാജ്യവികസനത്തിന്, പ്രത്യേകിച്ച് റെയിൽ മേഖലാ വികസനത്തിന് ആക്കം കൂട്ടുമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. കേന്ദ്ര സർക്കാർ ഇതിനായി കോടികളാണ് ചെലവഴിക്കുന്നത്. 21ാം നൂറ്റാണ്ടിലെ ഇന്ത്യ ജയ് ജവാൻ, ജയ് കിസാൻ, ജയ് വിഗ്യാൻ, ജയ് അനുസന്ധൻ എന്ന മുദ്രാവാക്യത്തിലാണ് മുന്നോട്ടു പോകുന്നത്. ഇന്ത്യ ഒരു നിർണായക ഘട്ടത്തിലാണ് നിൽക്കുന്നതെന്നും നിലവിലെ എല്ലാ പ്രവർത്തനങ്ങളും ശ്രമങ്ങളും അടുത്ത 1000 വർഷങ്ങൾക്കുള്ള അടിത്തറപ്പാകുമെന്നും ശ്രീ നരേന്ദ്രമോദി വ്യക്തമാക്കി. ബംഗ്ലാദേശിൽ നിന്നുള്ള നിരവധി വിദ്യാർത്ഥികൾ രാജ്യത്ത് പഠിക്കുന്നു എന്നതിൽ അദ്ദേഹം സന്തുഷ്ടി പ്രകടിപ്പിച്ചു. ഇന്നലെയാണ് സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോൺ ഗ്രാൻഡ് ഫിനാലേക്ക് തുടക്കമായത്. ശനിയാഴ്ച വരെ നടക്കുന്ന ഹാക്കത്തോണിൽ 44,000 സംഘങ്ങളിൽ നിന്നായി 50,000 ആശയങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. 12,000-ഓളം പേരാണ് ഹാക്കത്തോണിൽ പങ്കെടുക്കുന്നത്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. കോവിഡ് വ്യാപനം വീണ്ടും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല അവലോകന യോഗം ചേരും. എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ആരോഗ്യമന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. കോവിഡിന്റെ പുതിയ വകഭേദമായ JN1 സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് അടിയന്തര യോഗം വിളിച്ചത്. ക്രിസ്മസ്, പുതുവത്സര ആഘോഷങ്ങൾ കണക്കിലെടുത്ത് പുതിയ മാനദണ്ഡങ്ങൾ പുറത്തിറക്കാനും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആലോചിക്കുന്നുണ്ട്. കോവിഡ് പരിശോധന സംബന്ധിച്ച് സംസ്ഥാനങ്ങൾക്ക് മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോവിഡ് സാഹചര്യം വിലയിരുത്താൻ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. ആശങ്ക വേണ്ടെന്നും കേരളം പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് സുസജ്ജമാണെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നിലവിലെ കോവിഡ് സാഹചര്യവും ആശുപത്രി സംവിധാനവും വിലയിരുത്തി. സംസ്ഥാനത്ത് നിരീക്ഷണം കൂടുതൽ ശക്തമാക്കാനും ആശുപത്രികൾ കോവിഡ് രോഗികൾക്ക് പ്രത്യേക സൌകര്യമൊരുക്കാനും യോഗത്തിൽ മന്ത്രി നിർദ്ദേശിച്ചു. കോവിഡ് സ്ഥിരീകരിച്ച ആശുപത്രിയിൽ തന്നെ ചികിത്സ ഉറപ്പാക്കണം. ആശുപത്രി ജീവനക്കാരും ആശുപത്രിയിൽ എത്തുന്നവരും കൃത്യമായി മാസ്ക് ധരിക്കണം. ഗുരുതര രോഗമുള്ളവർ, ഗർഭിണികൾ എന്നിവരും മാസ്ക് ധരിക്കണമെന്നും മന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ക്രിമിനൽ നടപടിക്രമങ്ങൾ പരിഷ്കരിക്കാൻ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ എന്നീ ബില്ലുകൾ ലോക്സഭ ഇന്നലെ പരിഗണിച്ചു. ബില്ലിന്മേലുള്ള ചർച്ചയ്ക്ക് തുടക്കമിട്ട YSRCPയുടെ തലാരി രംഗയ്യ ബിൽ പുരോഗമനപരവും യോജിച്ചതുമാണെന്ന് വിശേഷിപ്പിച്ചു. ഇന്ത്യൻ പീനൽ കോഡ് ശിക്ഷയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഭാരതീയ ന്യായ സംഹിത നീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെന്നും BJP അംഗം രവിശങ്കർ പ്രസാദ് ചൂണ്ടിക്കാട്ടി. ഈ 3 ബില്ലുകളും രാജ്യത്തുടനീളമുള്ള കോടതികളിൽ മുടങ്ങിക്കിടക്കുന്ന കേസുകൾ കുറയ്ക്കുന്നതിന് വഴിയൊരുക്കുമെന്ന് BJP അംഗം PP ചൌധരി കൂട്ടിച്ചേർത്തു. ലോക്സഭയിലെ സുരക്ഷാ വീഴ്ചയും പ്രതിപക്ഷ എംപിമാരുടെ സസ്പെൻഷനും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം ഇന്നലെയും തുടർന്നതോടെ സഭാ നടപടികൾ ഒന്നിലേറെ തവണ നിർത്തിവച്ചു. സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഇരുസഭകളിലും പ്രതിപക്ഷ എംപിമാർ പ്രതിഷേധം നടത്തിയത്. പ്രതിപക്ഷം ഉയർത്തിയ പ്ലക്കാർഡുകളിൽ പ്രധാനമന്ത്രിയുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഉപയോഗിച്ചതിനെ പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി അപലപിച്ചു.
സഭാ ചട്ടങ്ങൾ അട്ടിമറിച്ചതിനും എംപിമാരെ സസ്പെൻഡ് ചെയ്യാനുമുള്ള പ്രമേയം പാർലമെന്ററി കാര്യ സഹമന്ത്രി അർജുൻ റാം മേഘ്വാൾ അവതരിപ്പിക്കുകയും ശബ്ദ വോട്ടോടെ പാസ്സാകുകയുമായിരുന്നു. ഇതോടെ 49 ലോക്സഭാ അംഗങ്ങളെ കൂടി ഇന്നലെ സസ്പെൻഡ് ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനുവരി 3 കേരളം സന്ദർശിക്കുമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് 2 ലക്ഷം വനിതകൾ പങ്കെടുക്കുന്ന സ്ത്രീ ശക്തി മോദിക്കൊപ്പം എന്ന പേരിൽ നടക്കുന്ന മഹിളാ സമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. പാർലമെന്റിൽ വനിതാ സംവരണ ബിൽ പാസാക്കിയ പ്രധാനമന്ത്രിയെ ചടങ്ങിൽ ബിജെപി കേരള ഘടകം അഭിനന്ദിക്കും. നേരത്തെ ജനുവരി 2 നിശ്ചയിച്ചിരുന്ന പരിപാടി പ്രധാനമന്ത്രിയുടെ സൌകര്യാർത്ഥം 3 മാറ്റുകയായിരുന്നുവെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികളും ജനക്ഷേമ പദ്ധതികളും സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര എറണാകുളം ജില്ലയിൽ ഇന്ന് മഞ്ഞള്ളൂരിലും വൈറ്റില മൊബിലിറ്റി ഹബിലും ഉച്ചകഴിഞ്ഞ് ആവോലി ഗ്രാമപഞ്ചായത്തിലും പര്യടനം നടത്തും. പാലക്കാട് ജില്ലയിലെ തിരുമിറ്റക്കാട്, അയിലൂർ പഞ്ചായത്തുകളിലും ഒറ്റപ്പാലം നഗരസഭയിലുമാണ് ഇന്ന് പര്യടനം. കോട്ടയത്ത് അകലക്കുന്നം, കിടങ്ങൂർ ഗ്രാമപഞ്ചായത്തിലും കാസർഗോഡ് നഗരപ്രദേശങ്ങളിലും കണ്ണൂർ, കടമ്പൂർ, പെരളശ്ശേരി പഞ്ചായത്തുകളിലും ഇന്ന് പര്യടനം നടക്കും. സംസ്ഥാന സർക്കാരിന്റെ നവകേരള സദസ്സ് ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിക്കും. കൊല്ലം ജില്ലയിലെ ഇരവിപുരം, ചടയമംഗലം, ചാത്തന്നൂർ മണ്ഡലങ്ങളിലെ സദസ്സ് പൂർത്തിയാക്കി വൈകിട്ടോടെ വർക്കലയിലാണ് തിരുവനന്തപുരത്തെ ആദ്യ സദസ്സ്. ശിവഗിരി മഠം ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. നാടൊന്നടങ്കം നവകേരള സദസ്സിനായി അണിനിരക്കണമെന്നാണ് സർക്കാർ ആഗ്രഹിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ ചവറയിൽ പറഞ്ഞു. UDF പരിപാടി ബഹിഷ്കരിച്ചതിലൂടെ നാടിന്റെ ഭാവിക്ക് വേണ്ടി ഒന്നിക്കാനുള്ള അവസരമാണ് ഇല്ലാതായതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തമിഴ്നാട്ടിൽ വെള്ളപ്പൊക്കം രൂക്ഷമായി തുടരുന്നു. 40 ലക്ഷത്തോളം പേരെ വെള്ളപ്പൊക്കം ബാധിച്ചതായാണ് റിപ്പോർട്ട്. 1871 ശേഷമുള്ള ഏറ്റവും വലിയ വെള്ളപ്പൊക്കമാണ് ഇത്. കര, വ്യോമസേനകളുടെ കൂടി സഹായത്തോടെയാണ് രക്ഷാപ്രവർത്തനം. രക്ഷാപ്രവർത്തനങ്ങൾക്കായി കൂടുതൽ ഹെലികോപ്റ്ററുകൾ അനുവദിക്കണമെന്നും സ്ഥിതിഗതികൾ രൂക്ഷമാണെന്നും മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന് അയച്ച കത്തിൽ പറയുന്നു. വെള്ളപ്പൊക്കത്തിൽ നിരവധി വീടുകളും വാഹനങ്ങളും ഒലിച്ചുപോയി. റോഡ്, റെയിൽ ഗതാഗതത്തെയും വെള്ളപ്പൊക്കം ബാധിച്ചിട്ടുണ്ട്. തെക്കൻ തമിഴ്നാട്ടിലെ വെള്ളപ്പൊക്ക ദുരിതബാധിത പ്രദേശങ്ങളിൽ ഇന്ത്യൻ തീരസംരക്ഷണ സേന കപ്പലുകൾ, എയർക്രാഫ്റ്റുകൾ, ദുരിതാശ്വാസ സേനാംഗങ്ങൾ എന്നിവരെ വിന്യസിച്ചു. തൂത്തുക്കുടിയിലും സമീപ പ്രദേശങ്ങളിലുമായി 200-ലേറെ പേരെ രക്ഷപ്പെടുത്തിയതായി സേന അറിയിച്ചു. 6 ദുരിതാശ്വാസ സേനാംഗങ്ങളെയാണ് വിന്യസിച്ചിട്ടുള്ളതെന്നും ആവശ്യമായ സഹായങ്ങൾ ലഭ്യമാക്കുന്നതായും സേന അറിയിച്ചു. 3 ഹെലികോപ്റ്ററുകളിലായി 600 കിലോ ഭക്ഷ്യവസ്തുക്കളും മറ്റ് അവശ്യ സാധനങ്ങളും വിതരണം ചെയ്തതായും തീരസംരക്ഷണ സേന അറിയിച്ചു. ഇന്ന് അന്താരാഷ്ട്ര മനുഷ്യ ഐകമത്യ ദിനം. ആഗോള സമൂഹത്തിന്റെ ക്ഷേമത്തിനും പട്ടിണിയും ദാരിദ്ര്യവും ഇല്ലായ്മ ചെയ്യുന്നതിനുമായി ലോകരാജ്യങ്ങളെ ഒന്നിച്ചുകൊണ്ടുവരുന്നതിനാണ് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും ഡിസംബർ 20 അന്താരാഷ്ട്ര മനുഷ്യ ഐകമത്യ ദിനം ആചരിക്കുന്നത്. ലോകമെമ്പാടും സമാധാനവും സുരക്ഷയും ഉറപ്പുവരുത്താനാണ് ഈ ദിനം ലക്ഷ്യം വയ്ക്കുന്നത്. 2005 ഡിസംബർ 22-നാണ് രാജ്യങ്ങൾ തമ്മിലുള്ള ഐകമത്യം അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്നാണെന്ന് ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചത്. അതിനുശേഷമാണ് എല്ലാ വർഷവും ഡിസംബർ 20 അന്താരാഷ്ട്ര മനുഷ്യ ഐകമത്യ ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യക്കെതിരായ 2ാം ഏകദിനത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് 8 വിക്കറ്റിന്റെ ആധികാരിക ജയം. ഇന്ത്യ ഉയർത്തിയ 212 റൺ വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റേന്തിയ ദക്ഷിണാഫ്രിക്ക 42.3 ഓവറിൽ 215 റൺ നേടി വിജയത്തിലെത്തി. ഓപ്പണർമാരായ ടോണി ഡെ സോസിയുടെ സെഞ്ചുറിക്കരുത്തും റീസ ഹെൻറിക്സിന്റെ അർദ്ധ സെഞ്ചുറി മികവുമാണ് ആതിഥേയർക്ക് വിജയം സമ്മാനിച്ചത്. ഇതോടെ 3 മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ഇരു ടീമുകളും ഓരോ വിജയം വീതം നേടി. നിർണായകമായ 3ാം മത്സരം നാളെ ബോളണ്ട് പാർക്ക് സ്റ്റേഡിയത്തിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള പ്രശ്നങ്ങൾക്ക് സുസ്ഥിരമായ പരിഹാരം കാണാൻ ഇന്ത്യയ്ക്ക് സാധിക്കുമെന്ന് ലോകം വിശ്വസിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് വ്യാപനം വീണ്ടും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല അവലോകന യോഗം. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ നടപടിക്രമങ്ങൾ പരിഷ്കരിക്കാനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന 3 ബില്ലുകൾ ലോക്സഭയുടെ പരിഗണനയിൽ. കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ ജനങ്ങളിലെത്തിക്കാൻ ലക്ഷ്യമിട്ടുള്ള വികസിത് ഭാരത് സങ്കല്പ് യാത്ര കേരളത്തിൽ പുരോഗമിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ നവകേരള സദസ്സ് ഇന്ന് തിരുവനന്തപുരത്ത് പ്രവേശിക്കും. തമിഴ്നാട്ടിൽ പ്രളയക്കെടുതി രൂക്ഷം. 40 ലക്ഷത്തോളം പേർ ദുരിതത്തിൽ.
ഇന്ത്യയ്ക്കെതിരായ രണ്ടാം ഏകദിനത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് 8 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.